മംഗലവാർത്തക്കാലം 3-ാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. സ്നേഹിതനും മണവാളനും. ആരാണ് മുഖ്യം? ഒതുങ്ങി നിൽക്കുന്ന മണവാളനോ കളം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹിതനോ? ഇതുപോലെയാണ് യേശുവും യോഹന്നാനും തമ്മിലുള്ള അന്തരം. മണവാളനിലേക്ക് ക്ഷണിതാക്കളെ ആകർഷിച്ചു കൊണ്ടുവരികയാണ് സ്നേഹിതന്റെ കർത്തവ്യം. ആളുകൾ നിറഞ്ഞു കവിയുമ്പോൾ അവൻ മറയത്തേക്ക് നിഷ്ക്രമിക്കും. യോഹന്നാൻ ചെയ്തതുപോലെ യേശുവും സ്നാനം നൽകാൻ ആരംഭിച്ചപ്പോൾ അസൂയയോടുകൂടിയാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ ഈ വിവരം അറിയിക്കുന്നത്. സ്നാനം നൽകപ്പെടുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതിനുള്ള യോഗ്യത ക്രിസ്തുവിനാണുള്ളത്. യോഹന്നാൻ വെറും ജലം കൊണ്ട് സ്നാനം നൽകുമ്പോൾ ക്രിസ്തു സ്നാനം നൽകുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. അതിനാൽ ഈ വാർത്ത യോഹന്നാന്റെ സന്തോഷം പൂർണ്ണമാക്കിയിരിക്കുകയാണ്. താൻ ഭൂമിയിൽ നിന്ന് വന്നവനും ക്രിസ്തു ഉന്നതത്തിൽ നിന്ന് വന്നവനുമാകയാൽ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഭൂമിയിലായിരിക്കുന്ന നമുക്ക് സ്വർഗത്തോളം ഉയരാനുള്ള കുറുക്കുവഴിയാണ് യോഹന്നാൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ എളിമ.